കറണ്ട് കട്ടിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റിട്ട യുവാവിന്റെ ഫോൺ പിടിച്ചെടുത്ത പോലീസ്. ഫോൺ തിരിച്ചു നൽകിയെന്ന് എഴുതി വാങ്ങിയിട്ടും ഫോൺ നൽകാതെ പോലീസിന്റെ കള്ളക്കളി. കഴിഞ്ഞ ദിവസം രാത്രി 2:30 മണിയോടെ വീണ്ടും വീട്ടിൽ കരണ്ട് പോയപ്പോഴാണ് ആലപ്പുഴ ലജനത്ത് വാർഡിലെ കബീർ കുഞ്ഞുകുട്ടികളെ ഉറക്കുന്നതിനിടയിൽ മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച പ്രതിഷേധം നവമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത്. ഇതിനെതിരെ പരാതിയുമായി KSUവിനെ കൂടാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ബന്ധപ്പെട്ടു. ഉടൻ തന്നെ ആലപ്പുഴ DYSP യുവാവിനെ കസ്റ്റഡിയിലെടുക്കാൻ ഉത്തരവിടുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവിനെ ചോദ്യം ചെയ്ത് മൂലക്കിരുത്തി. പിന്നീട് ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി. ഒരു 2:30 ഒക്കെ ആകുമ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളൊക്കെ പിന്നെ ഉറങ്ങത്തില്ല. അവർക്കൊക്കെ രാവിലെ പഠിക്കാനൊക്കെ പോകണ്ടേ, 8 മണിക്കൊക്കെ ഉണർത്തിയിട്ട് അവരെ പഠിക്കാനൊക്കെ വിടണ്ട. അപ്പോൾ അത്ര സാഹചര്യത്തിൽ നമ്മൾ ഉറങ്ങാതിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മാനസിക പ്രയാസത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുമല്ലോ. ഒരു സാധാരണ പൗരനെന്ന നിലയ്ക്ക് പ്രതികരിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് പ്രതികരിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന് പറഞ്ഞാൽ എൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സോഷ്യൽ മീഡിയ വഴി ഞാനൊരു പ്രതികരണം നടത്തിയത് മാത്രമാണ്. അപ്പോൾ അത് ഇത്ര വലിയ ഇഷ്യൂ ആക്കുമെന്ന് ഞാൻ. പോലീസ് എന്താ പറയുന്നത്? പോലീസ് പറയുന്നത് എൻ്റെ മൊബൈൽ ഇപ്പോൾ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. 10 മണിക്ക് വന്ന് അവർ ഇന്നലെ വിളിച്ചപ്പോൾ മറ്റേ പരാതിക്കാരൻ വന്നില്ല. അപ്പോൾ ഇന്ന് 10 മണിക്ക് വരാൻ പറഞ്ഞു. 10 മണിക്ക് വന്ന് പരാതിക്കാരനോട് സംസാരിച്ചിട്ട് മൊബൈൽ തിരിച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല. പോക്കി ഭരണത്തിലൊരു പിതാവിൻ്റെ ഗതികേടാണ്. പാതിരാത്രി 2:30 കറണ്ട് പോയിട്ട് കുഞ്ഞുങ്ങളെ ഉറക്കാം ചാർജബിൾ ഫാനും പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ട കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾ പാതിരാത്രിക്ക് എണ്ണിച്ചിട്ട് കരഞ്ഞിട്ട് ചാർജബിൾ ഫാനാണ് ഇത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കറണ്ടില്ല. നല്ല ബെസ്റ്റ് ഭരണം. പോസ്റ്റിട്ടതിനെതിരെ പോലീസ് മൊബൈൽ പിടിച്ചു വാങ്ങിയ വാർത്ത പുറത്തു വന്നതോടെ പോലീസ് നടപടികളിൽ നിന്നും പിൻവാങ്ങി. പോലീസ് മൊബൈൽ പിടിച്ചു വാങ്ങിയിട്ടില്ലെന്നും സ്വയമേ മൊബൈൽ പോലീസിനെ ഏൽപ്പിച്ചതാണെന്നുമാണ് ആലപ്പുഴ DYSP പറയുന്നത്. കബീറിനെതിരെ ഇനിയും കേസെടുത്തിട്ടില്ല. എന്നാൽ മൊബൈൽ ഫോൺ തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ നവമാധ്യമത്തിൽ പോസ്റ്റിട്ടയാളെ പോലീസ് കേസെടുത്തു എന്ന വാർത്ത പരന്നതോടെയാണ് പോലീസിൻ്റെ ഈ പിൻവാങ്ങൽ. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.